ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങളിതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ ലൈക്ക് ചെയ്യുക വീഡിയോസിന്, ആൻഡ് കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. എന്നുവെച്ചാൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഇത് എത്രയും നിങ്ങൾ ചെയ്യണോ അത്രയും നല്ലത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. സബ്സ്ക്രൈബ് ഒരു പ്രാവശ്യം ചെയ്യണ്ടു, പക്ഷേ ലൈക്കും കോമെൻറ്റ് ചെയ്യുക. അത് അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ട് മാത്രമാണ്. അപ്പോൾ അത് കുറച്ചുകൂടിയും നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവും. അതിൻ്റെ ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ വാട്സാപ്പ് മെസ്സേജ് അയക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരിക. അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും വേറെ തരത്തിൽ വീഡിയോസാണ് ഞാൻ ഇടാറ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അപ്പോൾ അവിടെ എന്നെ ഫോളോ ചെയ്യാം. ആൻഡ് അവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യാം ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൽ മെമ്പർ ആവാൻ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർ ആവാം. ചാനൽ മെമ്പർ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് ബാക്കിയുള്ള ആൾക്കാരെക്കാട്ടിലും മുമ്പേ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ചാനലിൻ്റെ മെമ്പർ ആവുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ഏരീസ്. ആൻഡ് നിങ്ങളുടെ മന്ത്ലി കറണ്ട് ഫീലിങ്സ് റീഡിംഗ് മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സും നിങ്ങളുടെ ഫീലിങ്സ്, അതല്ലാണ്ട് ഈ സിറ്റുവേഷൻ്റെ ഔട്ട്കം എന്താവാന്ന്, അതൊക്കെയാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. അപ്പോൾ ഏരീസ്, നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗ് തുടങ്ങാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത് എന്താണ്? ജൂലൈ മാസത്തിൽ നിങ്ങളുടെ ഓവറോൾ എനർജി ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഹാങ്ഡ് മാൻ. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് 10 ഓഫ് പെൻറ്റിക്കിൾസ്. ഇവിടെ എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് പേജ് ഓഫ് കപ്സ് ആണ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എംപ്രസ്. എന്താണ് ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പ്ലാൻ? നിങ്ങളുടെ 5 ഓഫ് സോഡ്സ് ആണ് പ്ലാൻ. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ പ്ലാൻ 10 ഓഫ് കപ്സ് ആണ്. ആക്ഷൻ നിങ്ങളെടുക്കാൻ പോണത് ആക്ഷൻ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ഈ റിലേഷൻഷിപ്പിൽ ഡെവിലാണ്. എന്താണ് ഔട്ട്കം? നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് എൻഡിലാണ് ഞാൻ തുറക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ ഈ റീഡിങ്ങിനെ നോക്കുക. അപ്പോൾ എന്താണ് 9 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സമയത്ത് കുറേ ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജിയിലാണ്. കരിയർ ഫോക്കസ് ആണ് നിങ്ങളുടെ കൂടുതൽ പറഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ കരിയറിലാണ്. ഇവിടെ ഞാനൊരു സെപ്പറേഷൻ ആണ് കാണുന്നത്. പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് അറ്റാച്ച്ഡ് അല്ല. നിങ്ങൾ മാരീഡ് ആയിരിക്കാം, പക്ഷേ നിങ്ങളുടെ എനർജി ഒരു സിംഗിൾ പേഴ്സൻ്റെ ആണ്. അപ്പോൾ മാരീഡ് ആയിട്ടും നിങ്ങൾ എന്തോ ഒരു ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണെ കൂടെ ഒരുമിച്ച് താമസിക്കുന്നുണ്ടാവില്ല. അതല്ല വെച്ചാൽ ഒരു സെപ്പറേറ്റഡ് മാതിരി ഒരു എനർജി ഇവിടെ ഉണ്ട്. ജോലിയുടെ കാരണമായിരിക്കാം, അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ അതിൻ്റെ കാരണമായിരിക്കാം. ഇവിടെ ഞാനൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്യാം. ഈ 9 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? കിങ് ഓഫ് സോഡ്സ് ആൻഡ് 8 ഓഫ് കപ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എന്തോ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു സെപ്പറേറ്റഡ് റിലേഷൻഷിപ്പിലായിരിക്കാം ഈ പേഴ്സൻ്റെ കൂടെ. ഇപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് അത്ര ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാച്ചാലും കുറേ ഒരു പ്രാക്ടിക്കൽ എനർജിയാണ് കാണുന്നത്. പറഞ്ഞാൽ ഇമോഷണലി അത്ര കണക്ഷൻ ഇല്ല. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഹാങ്ഡ് മാൻ ആണ്. ഇത് പൈസീസ് ക്യാൻസർ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങളെ കുറേ മിസ് ചെയ്യുന്നുണ്ട്.
അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണെച്ചാലും അവരുടെ മനസ്സിൽ നിങ്ങളേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് മൂവ് ഓൺ ചെയ്യണം എന്നുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളെ മറക്കാൻ പറ്റുന്നില്ല. കുറേ ഒരു റിജക്റ്റഡായി ഫീൽ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ. അവരുടെ മനസ്സിൽ കുറേ ഒരു ലോ സെൽഫ് എസ്റ്റീം, ലോ സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജിയാണ് കാണുന്നത്. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ ഒരു സെപ്പറേഷനാണ്. നിങ്ങൾ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇപ്പോൾ ഇതൊരു മാരേജ് കാർഡായിരിക്കാം, അതല്ലച്ച ഒരു ഫാമിലി കാർഡാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താണ് ഈ 10 ഓഫ് പെൻറ്റക്കിൾസ്? 7 ഓഫ് പെൻറ്റക്കിൾസ്, അപ്പോൾ അല്ല 8 ഓഫ് പെൻറ്റക്കിൾസ്, സോറി 3 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ബ്രേക്കപ്പാണ്. പറഞ്ഞ പോലെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. ഈ സിറ്റുവേഷനിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, 2 സിറ്റുവേഷൻസ് ആണ് ഞാൻ കാണുന്നത്. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടാണ്, ഒരു റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ ഉണ്ട് ഇവിടെ. അതല്ലച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ മാരിഡ് ആണ്. അതിൻ്റെ കാരണം ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്, കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഒരുമിച്ചല്ല ഇപ്പോൾ. എന്നുവെച്ചാൽ ഇവിടെ വേറെ ഒരു പേഴ്സൺ, അതല്ല വെച്ചാൽ നിങ്ങൾ ഇവിടെ മാരിഡ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് പേജ് ഓഫ് കപ്സ് ആണ്. ഇതൊരു എപ്പോളജിയുടെ എനർജി ആവാം, അതല്ല ചെറു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി ആവാം. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഫീലിങ്സ് ഉണ്ട്. ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവോ ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയില്ല, പക്ഷേ അതുണ്ടായാലും നിങ്ങൾക്കൊരു റിസ്ക് എടുക്കണം എന്നുണ്ട്. ഈ പേഴ്സണിൻ്റെ കൂടെ എന്തായിരിക്കും ഫ്യൂച്ചറിന് നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ട്. സ്റ്റാർ, അപ്പോൾ നിങ്ങളത് പ്രേ ചെയ്യണു. ആക്ച്വലി മനസ്സിൽ നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് ഉണ്ട്, അത് ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ചാൻസ് കിട്ടിയ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ നമ്മൾക്കിത് എവിടെയാണ് പോകണേ, എന്താ ഫ്യൂച്ചറിലത് നമ്മൾക്കത് പിന്നെ നോക്കാം, പിന്നെ ആലോചിക്കാം. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. ഈ പേഴ്സണിൻ്റെ എനർജിയിലെ എംപ്രസ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു സിംഗിൾ പേരൻ്റ് ആയിരിക്കാം. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു പേഴ്സൺ മാരിഡ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ മാരിഡും ആവാം. അവർക്കൊരു പേടിയുണ്ട്. ഇപ്പോൾ ഇവരല്ല മാരീഡ്, നിങ്ങളാണ് മാരീഡ് വെച്ചാൽ അവർക്ക് ആ പേടിയായിരിക്കാം. അത് നിങ്ങൾ മാരീഡാണ്, അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ടാവോ ഇല്ലേ, അവർക്ക് അതറിയില്ല. അപ്പോൾ അവർക്കും കുറേ ഓപ്ഷൻസ് ഉണ്ട്, ചോയ്സസ് ഉണ്ട്, പക്ഷെ അവർക്ക് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ട്. എന്തായാലും അവർക്ക് ഷുവർ അല്ല. പറഞ്ഞാൽ അവർ ഈ റിലേഷൻഷിപ്പിലൊരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ 5 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജി കാണാണ്ട് നിങ്ങളുടെ സൈഡിൽ. ഇപ്പോൾ വേറെ കേസിൽ എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ മാരീഡാണ്, നിങ്ങളുടെ ഡിവോഴ്സ് നടക്കുന്നുണ്ട് വെച്ചാൽ ഇതൊരു പുതിയ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളെ ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു പുതിയ സ്റ്റാർട്ട് ആണ് നോക്കണത്. ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു പുതിയ ബിഗിനിങ് പറഞ്ഞാൽ നിങ്ങളുടെ മാരേജിനെ എൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഡിവോഴ്സ് സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ആ റിലേഷൻഷിപ്പ് വിട്ടിട്ട് വേണം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് തുടങ്ങാൻ. പക്ഷേ അവിടെ എന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സ് കുറേ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇവിടെ എന്തോ ഒരു സൈക്കിൾ നിങ്ങൾ എൻഡ് ചെയ്തിട്ടാണ് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണത്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ ഒരു എൻഡിങ് ഉണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ, പക്ഷേ അത് മുഴുവനെ എൻഡ് ആയിട്ടില്ല. അപ്പോൾ ആ ഫേസിലാണ് നിങ്ങൾ. ഒരു പുതിയ ബിഗിനിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണ്, പക്ഷേ അതിൻ്റെ മുമ്പേ നിങ്ങൾക്കൊരു പാസ്റ്റിൻ്റെ സിറ്റുവേഷനെ എൻഡ് ചെയ്തിട്ട് വേണം ഈ പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാൻ. ഈ പേഴ്സൻ്റെ പ്ലാൻ 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി വേണം, ഫ്യൂച്ചർ വേണം, അങ്ങനെയൊക്കെയാണ് അവരുടെ മനസ്സിൽ. അപ്പോൾ 10 ഓഫ് കപ്സ് ഇവിടെ 2 ഓഫ് വാൻസ്. അപ്പോൾ അവർ വെയിറ്റ് ആണ് ചെയ്യണത്. ആക്ച്വലി ഈ സിറ്റുവേഷനിൽ എന്താ ഉണ്ടാവുക എന്ന് അവർക്ക് അറിയില്ല, പക്ഷെ അവർ ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം, പ്ലാൻ പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയായിരിക്കും എന്ന് അതൊക്കെ അവരുടെ മനസ്സിൽ ആ തോട്ട്സ് ഉണ്ട്. അപ്പോൾ ലവേഴ്സ്, അവർ ഈ പേഴ്സൺ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ പാഷൻ ഉണ്ട് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന്. 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഫ്യൂച്ചർ ആക്ഷനിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആദ്യം ഒരു തേർഡ് പാർട്ടി ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ഒരു സെപ്പറേഷനുമുണ്ട്. അപ്പോൾ ഈ സെപ്പറേഷൻ ഈ പേഴ്സൻ്റെ കൂടെയാണോ അതല്ല നിങ്ങളുടെ എക്സിൻ്റെ കൂടെയാണോ അത്
എല്ലാവർക്കും വേറെ മാതിരിയായിരിക്കും ഔട്ട്കം. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു എൻഡിങ് ഉണ്ട്. അപ്പം നിങ്ങളൊരു ഡിസിഷനാണ് എടുക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്തിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാനുള്ള സ്റ്റെപ്സ് നിങ്ങൾ എടുക്കണു. ആൻഡ് അത് ഞാൻ ഫ്യൂച്ചറിൽ കാണുന്നുണ്ട്. നിങ്ങൾ ആ ആക്ഷനും എടുക്കുന്നുണ്ട് ആ ഡയറക്ഷനിൽ. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷനിൽ ഡെവിലാണ്. അപ്പോൾ ഈ ഡെവിൽ കുറച്ചൊരു ടോക്സിക് എനർജിയാണ്. ഇത് ഒരു വറി ചെയ്യണ പേഴ്സൺ ആവാം. അവർക്ക് കുറേ പാഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആൻഡ് ലവ് ഉണ്ട്. പക്ഷേ കുറച്ചൊരു ഈ പേഴ്സൺ ഒരു വറിയിങ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അവർക്ക് മനസ്സിൽ കുറേ പേടിയുണ്ട്. ഇത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യോ ഇല്ല. കുറച്ചൊരു ഇൻസെക്യൂർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അതും ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഡെവിൽ എനർജി ഉള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി ഈ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എൻഡ് ആവണ വേറെ ഇത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ നിങ്ങൾ ആ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടിട്ട് ഈ പേഴ്സൻ്റെ കൂടെ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് ആണ് പോവുണ്ടാവുക ഫ്യൂച്ചറിൽ. ചാരിയറ്റാണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ ഔട്ട്കമ്മിൽ തന്നെ ഞാനൊരു ചോയ്സാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യണു. ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോവാണ് ചോയ്സ് നിങ്ങൾ ഉണ്ടാക്കണു. ചാരിയറ്റ് ട്രാവൽഡ് എനർജിയുമാണ്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ചോയ്സസ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, ടെംപ്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഈ ക്ലാരിറ്റി വരും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ക്ലിയർ അല്ല, കൺഫ്യൂസ്ഡ് ആണ്, അങ്ങനത്തെ ഒരു എനർജിയിലാണ് വെച്ചാൽ ആ ക്ലാരിറ്റി നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എന്നുവെച്ചാൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് കുറേ ഉണ്ട്. ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ നിങ്ങളുടെ കറണ്ട് റിലേഷൻഷിപ്പ് പറഞ്ഞാൽ നിങ്ങളുടെ ഡിവോഴ്സോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ട് വെച്ചാൽ അത് അല്ലാണ്ട് പറഞ്ഞാൽ ആ മാരേജിനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുക, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. മറ്റേ ഓപ്ഷൻ എന്താ വെച്ചാൽ മാരേജിനെ എൻഡ് ചെയ്തിട്ട് ഈ റിലേഷൻഷിപ്പിൽ പോവുക, അത് വേറൊരു ഓപ്ഷൻ. അതുമല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ മാരേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക, അതും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് കുറേ ഉണ്ട്. ഈ വീഡിയോനെ കാണുന്ന ആൾക്കാരും കുറേ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുമാതിരി ആയിരിക്കില്ല ഔട്ട്കം. പക്ഷേ ഒരു കോമൺ ഔട്ട്കം ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിൽ ക്ലാരിറ്റി വരും. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഉള്ള സ്റ്റേറ്റിൽ നിങ്ങൾ ഉണ്ടാവില്ല. പറഞ്ഞാൽ ആ കൺഫ്യൂഷൻ കുറേ സമയം വരെ കണ്ടിന്യൂ ചെയ്യില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ഏരീസ്. നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി ഒരു പേഴ്സണലായിട്ട് റീഡിങ് നിങ്ങൾക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. എന്നുവെച്ചാൽ പേഴ്സണൽ റീഡിങ്സിൽ കുറച്ചുകൂടിയും ഒരു ക്ലിയർ ആയിട്ട് ഔട്ട്കം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബുക്ക് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. അപ്പോൾ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലിയോ, ജെമിനായി, കാപ്രിക്കോൺ, ക്യാൻസർ, അക്വേറിയസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. പക്ഷെ എനിക്കൊരു ഓറക്കിൾ കാർഡ് എടുക്കണം എന്നുണ്ട്. ഇവരുടെ മനസ്സിൽ എന്താണ് തോട്ട്സ് ഉള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമയത്ത്, അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത്, എന്താണ് അവരുടെ മനസ്സിലുള്ള തോട്ട്സ്. ദ ടൈമിങ് ജസ്റ്റ് വാസൻറ്റ് റൈറ്റ് ഫോർ അസ്. അപ്പോൾ ഇതിൻ്റെ മുമ്പേയും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ടൈമിങ് ശരിയാവുണ്ടായില്ല. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും പ്ലാൻ ചെയ്ത് മാതിരി അല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നെ. അപ്പോൾ അത് കുറച്ചൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, ടൈമിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഐ എം നോട്ട് അവൈലബിൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ മാരീഡ് ആണ്, അതുകൊണ്ടാണ് ഐ എം നോട്ട് അവൈലബിൾ ഇവിടെ വന്നിരിക്കണേ. അപ്പോൾ ഇതൊരു കൺഫർമേഷൻ ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ഏരീസ്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ഇത് എങ്ങനെ റെസൊനേറ്റ് ചെയ്തെന്ന് അത് പറയുക. അതല്ല വെച്ചാൽ ഒരു ഇമോജി ഇട്ടാൽ മതി, എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫ്യൂച്ചറിലും നിങ്ങൾക്ക് അങ്ങനെ വീഡിയോസ് റെസൊനേറ്റ് ആവും. അപ്പോൾ പറഞ്ഞ പോലെ പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.